മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ 33 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളൊക്കെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണല്ലോ. അതിൽ പ്രായോഗികമായി നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് വിശദീകരിച്ച് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളും അനുസരിച്ച് തന്നെ ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കണം. അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, ഇതിനൊക്കെ കർത്താവിൻ്റെ ആ ഒരു കൃപയിൽ ആശ്രയിച്ച് കൈകാര്യം ചെയ്യുന്ന ആ മുഖാന്തരങ്ങളെയാണ് ഈ അധ്യായങ്ങളിൽ വിശദീകരിച്ചു വന്നിരിക്കുന്നത്. വളരെ പ്രായോഗികമായൊരു നിർദ്ദേശമാണ് ഈ 30-31 വാക്യങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ഈ ലോകത്തിൽ മനുഷ്യരായി ജീവിക്കുമ്പോൾ ദിനംതോറുമുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത് നമ്മെ വളരെ ചിന്താകുലപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ്. ഏത് മനുഷ്യൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങളായ ഇവയെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നവരും വ്യാകുലപ്പെടുന്നവരുമാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, നിങ്ങളതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ഇതിൻ്റെ തൊട്ടുമുകളിലുള്ള വാക്യങ്ങളിലൊക്കെ കർത്താവ് അതിന് ഉദാഹരണമായിട്ട് വയലിലെ താമരയും വാനിലെ പറവയും ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവയ്ക്കൊക്കെ ഞാൻ ആഹാരം കൊടുക്കുന്നുണ്ട്, പാർപ്പിടം കൊടുക്കുന്നുണ്ട്. അവയൊക്കെയും സ്വർഗസ്ഥനായ ദൈവം പുലർത്തുകയും പോറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത്രമാത്രം ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പുല്ലിനെയും പൂവിനെയും പക്ഷികളെയും കർത്താവ് ചമയിച്ചൊരുക്കി അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മാത്രമല്ല, ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ രക്ഷിപ്പാനായി തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് കാൽവറി ക്രൂസിൽ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ആ മരണം മരിച്ചുവെന്ന് മാത്രമല്ല, മരണത്തിന് ശേഷം മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവിൻ്റെ മക്കളായി തീർന്നവർ എന്തിന് ചിന്താകുലപ്പെടണം, എന്തിന് വ്യാകുലപ്പെടണം? അവർക്ക് വേണ്ടി ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകുവാൻ അവൻ മതിയായവനായും ശക്തനായും മാത്രമല്ല മനസ്സുള്ളവനായും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു പിതാവായിട്ട് അവനിരിക്കുന്നു. പഴയ നിയമം നാം ചിന്തിക്കുമ്പോൾ ആ റൂത്ത് എന്ന് പറയുന്ന മോവാബി സ്ത്രീ ആ ബോവസിൻ്റെ വയലിലേക്ക് വന്നപ്പോൾ അവൾക്കൊന്നിനും കുറവ് വന്നില്ല. അവൾ ആ കതിരുകൾക്കിടയിൽ നിന്ന് പെറുക്കി കോരി വെച്ചതിൽ നിന്നും കുടിച്ചു. ആ ബോവസിൻ്റെ കാൽക്കൽ അവൾ സംരക്ഷണവും സുരക്ഷിതത്വവും കണ്ടെത്തി. അതേ അനുഭവം ദൈവമക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് കർത്താവ് കൃത്യമായും പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ അപ്പോസ്തലനായ പൗലോസും ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാറ്റിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അതിൻ്റെ ഒരു അനന്തര ഫലം കൂടെ അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമുക്ക് ഈ ലോകത്തിൽ മറ്റെന്ത് ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ നമുക്കൊരു ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുവാൻ കഴിയുകയില്ല. എല്ലാറ്റിനും ഉപരി പണത്തെക്കാളും ആരോഗ്യത്തെക്കാളും സാഹചര്യങ്ങളെക്കാളും അധികമായി നമുക്ക് വേണ്ടതൊരു സമാധാനമാണ്. അതുണ്ടെങ്കിൽ
ബാക്കിയെല്ലാം സമചിത്തതയോടെ നേരിടുവാൻ നമുക്ക് സാധ്യമാകും. അതും കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ നല്ല കർത്താവ് പറഞ്ഞ നല്ല ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.